മുടിയനായ പുത്രന് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ബോധം വീണപ്പോൾ താൻ അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നു. ഞാൻ അവിടെ ഒരു കാര്യം പറയട്ടെ. ബോധം വീണു, അപ്പൊ ബോധം പോയി, അപ്പൊ ബോധം ഉണ്ടായിരുന്നു. അപ്പൊ ബോധം ഉണ്ടാവാനൊരു സമയം, ബോധം പോകാനൊരു സമയം, ബോധം തിരിച്ചു വരാനൊരു സമയം. അല്ല, ബോധമില്ലാത്തവനല്ല. ബോധമില്ലായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും അവൻ്റെ അവകാശം വാങ്ങത്തില്ലായിരുന്നു. അവന് ബോധമുണ്ടായിട്ടല്ലേ അവകാശം ചോദിച്ചത്. യഹൂദന്മാരുടെ കഷ്ടമാണ് അപ്പന് സ്വത്തുണ്ടെങ്കിൽ അത് മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത്. അത് മക്കൾക്ക് അവകാശമുള്ളതാണ്. യഹൂദന്റെ പാരമ്പര്യം ഞാൻ പറഞ്ഞു. അത് ചെറുക്കൻ അറിയാം. ഇല്ലെങ്കിൽ ഇത്രയും ധൈര്യത്തോടെ ചെന്നിട്ട് അപ്പാ എനിക്ക് കിട്ടേണ്ട അവകാശം എനിക്കിപ്പോൾ വേണം എന്ന് പറയണമെങ്കിൽ ബോധമില്ലാത്തവനാണ്. അവന് ബോധമുണ്ട്, നെഗറ്റീവ് സൈഡിലാണെന്ന് മാത്രം. അവൻ ബോധമുള്ളത് കൊണ്ട് അവൻ ചോദിച്ചു, എൻ്റെ അവകാശം, എനിക്ക് എന്താണ് ഇവിടെ അവകാശം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, 8-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, ഓക്കെ, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ദൈവമക്കളാകുന്നു. 15-ാം വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നിങ്ങൾ ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പൊ നിങ്ങൾ ദാസനല്ല, നിങ്ങൾ ആരാണ്? പുത്രനാണ്, പുത്രിയാണ്. ഓക്കെ, പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്. തീർന്നില്ല. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. മക്കളെങ്കിൽ അവകാശികളും ആകുന്നു. നിങ്ങൾ മക്കളാണെങ്കിൽ ദൈവത്തിന്റെ അവകാശത്തിൽ ഒരു ഓഹരി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ മക്കളാണെന്നുള്ളൊരു പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തിന്റെ നിങ്ങളുടേതാണ്. അതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതേ പൗലോസ് ഗലാത്യർക്ക് എഴുതിയപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആക്കി. ഇതൊക്കെ ബ്രദറൻ വിശ്വാസികളോടാ പറയുന്നത് കേട്ടോ, അല്ലാതെ പബ്ലിക് മീറ്റിംഗിലല്ല. ഗലാത്യർ 4:1 ഒരുപാട് പ്രാവശ്യം പ്രസംഗിച്ചതാണ്. അവകാശി സർവ്വത്തിനും യജമാനനെങ്കിൽ. പക്ഷേ അവകാശിയാണ്, അവകാശി ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിൽ കൂട്ടവകാശികളും എന്ന് റോമറിൽ ബാക്കിയൂടെ വായിച്ചേ. ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിൽ ദൈവത്തിന്റെ അവകാശികളും. ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രയും നിങ്ങളുടെ ഹൃദയങ്ങളെയാണ് പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ദൈവത്തിന് നാം മക്കളെങ്കിലും അവകാശികളാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിൽ കൂട്ടവകാശികളും തന്നെ. എന്ത് ഈ കൂട്ടവകാശി? ജോയിൻ ഹെയർസ്. സാധാരണ കോ ഹെയർ എന്ന് പറയും, കോ ഹെയർസ്. ഇത് ജോയിൻ ഹെയർ. കോ ഹെയർ ആണെങ്കിൽ 40, 60, 30, 70, 50, 50. ഇതാണ് ഈ കോ ഹെയർ. ജോയിൻ ഹെയർ എന്ന് പറഞ്ഞാൽ 100. മനസ്സിലായില്ല? ജോയിൻ ഹെയർ എന്ന് പറഞ്ഞാൽ സ്വത്തിൽ 50% അല്ല, സ്വത്തിൽ പൂർണ്ണ അവകാശം. അതാ ജോയിൻ ഹെയർ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മെ കൂടാതെ ദൈവം പ്രവർത്തിക്കത്തുമില്ല, ദൈവത്തെ കൂടാതെ നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല. 100. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവകാശി. അപ്പൊ ഞാൻ അവകാശിയാണ്. അറിവ് നേടുക എന്നുള്ളതാണ് വിഷയം. അവകാശി സർവത്തിനും യജമാനാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ശൈശവാവസ്ഥയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇവൻ ദാസനാണ്, യജമാനാകേണ്ടവനാണ്. പക്ഷെ ദാസനാണ്, കാരണം ഇവൻ ശൈശവാവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഈ ശൈശവാവസ്ഥയിൽ ഇരിക്കുന്നവരെയാണ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അവൻ മെച്ചുവേർഡാകും. അല്ലാതെ ഞായറാഴ്ചയാണല്ലോ ഒരു പള്ളി പോകണമെന്ന് പറയുന്ന സമുദായസ്ഥരെ പോലെ വിശ്വാസികളും ഞായറാഴ്ച പള്ളി പോകുന്നത് ദൈവത്തിന് ഒന്നും തോന്നത്തില്ല. ലക്ഷ്യമില്ലാതെ പള്ളി പോകുന്നവനും ഞാൻ പോകുന്നില്ലെന്ന് പറയാൻ വീട്ടിലിരിക്കുന്നവനും വലിയ വ്യത്യാസമൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചകളിൽ, ഇപ്പം ഞായറാഴ്ചകളിൽ എറണാകുളത്തെ ലൈവ് കണ്ടു നോക്ക്. അവിടെ പവർ എന്നുള്ള മെസ്സേജാണ് പോയിക്കൊണ്ടിരിക്കുന്നേ. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞത് നിന്റെ ദൈവത്തിന് ശക്തിയില്ലെന്ന് പറഞ്ഞു, നിന്റെ യേശുവിന് ശക്തിയില്ലെന്ന്. ഞാനൊരു മേനോനാണ്. ഞാൻ പറയുന്നു നിന്റെ ദൈവത്തിന് ശക്തിയില്ല, യേശുവിന് ശക്തിയില്ല, അല്ലെങ്കിൽ തെളിയിക്ക്. കർത്താവിന്റെ അടുക്കൽ വന്നാൽ വിടുതൽ കിട്ടുമെന്ന് എവിടെ എഴുതിയിട്ടുണ്ട്? ഏത് ബൈബിളിലാണ് എഴുതിയിരിക്കുന്നേ? നീതിമാൻ അറിവിനാൽ വിടുവിക്കപ്പെടുന്ന എഴുതിയിരിക്കുന്നത്. അതിന് അറിവ്, അതിന് പേടിപ്പിച്ചിട്ട്, അതല്ലല്ലോ സുവിശേഷം. ഞങ്ങളെ ചർച്ചിൽ ഒരു പ്രാവശ്യം വന്നാൽ മതി, നിന്റെ ബിസിനസ് നന്നാവും, നിന്റെ കുടുംബജീവിതം നന്നാവും. ഇവിടെ വന്നോടുകൂടാവും പെട്ട്.
അതല്ലേ അവൻ പറയുന്നത്. അപ്പൊ അവൻ നിൽക്കത്തില്ല. പക്ഷെ ഇവിടെ വന്നിരുന്നിട്ട് ഇത് കേൾക്കാനുള്ള സന്മനസ് അവനുണ്ടാകണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ദൈവത്തിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ പിറകെ പോയി ട്രാക്ടറും കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ചർച്ചിലേക്ക് വാ, ഇൻവിറ്റേഷൻ കൊടുത്ത് കല്യാണത്തിന് വിളിക്കുന്ന പോലെ വരേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ ശക്തിയെ തെളിയിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഒരുത്തരും നിങ്ങളെ കളിപ്പിക്കത്തില്ലായിരുന്നു. നിങ്ങൾ ഈ ശൈശവാവസ്ഥയിൽ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പിശാച് പണി തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല. നിങ്ങൾ ഈ ശൈശവാസത്തിൽ ഇരിക്കുന്ന ഒരു കൊച്ചിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഒരു സദ്യക്കിരുത്തണം. ഇപ്പം പറഞ്ഞുതരാം. ഒരു 22 കൂട്ടം ഐറ്റങ്ങളൊക്കെ ആയിട്ടേ ഒരു സദ്യ, അതിൽ ഒരു കൊച്ചിനെ കൊണ്ട് ഇരുത്തുക. കൊച്ചിനും ഇലയിട്ട് കൊടുത്ത്, കൊച്ചിന് ഇലയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ അടുത്തിരിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കും കൊച്ചാണ് അടുത്തിരിക്കുന്നത്. അപ്പോൾ കൊച്ചിന് അവിയലും കൊടുത്ത് കാളൻ, ഇരിശ്ശേരി, ഓലത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ 10-20 ഐറ്റം ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. കൊച്ചെല്ലാത്തിലേക്കും നോക്കും. എന്നിട്ട് എല്ലാം കൂടെ ഒരു സൈഡിൽ നിന്ന് അവിയൽ വേണ്ട അവനെല്ലാം കൂടെ ചവിട്ടിക്കൂട്ടി ഒരു 5 മിനിറ്റ് കൊണ്ട് പപ്പടവും പഴവും പുരിശ്ശേരി എല്ലാം കൂടെ ശരിയാക്കി തരും. അതിനാണ് കൊച്ചിൻ്റെ അടുത്ത് ഒരാളിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെപ്പോലെ ആദ്യം ഇഞ്ചി പുളി തൊട്ട് നോക്കൊന്നുമില്ല കൊച്ച്. വറവൊന്നും എടുത്തിട്ട് കഴിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. കൊച്ചിൻ്റെ കൈ കൊടുത്താൽ ഇലയും കാണത്തില്ല, അവിയലും കാണത്തില്ല, എല്ലാം കൂടെ ചവിട്ടിക്കൂട്ടുക. ഇതിലേതാ കൊച്ച്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഷുഗറുണ്ട്, നിങ്ങൾക്ക് BP ഉണ്ട്, ഇപ്പം നിങ്ങൾക്ക് പ്രായമായി, ഇപ്പോൾ കൊച്ചിന് BP ഉണ്ട്, ഷുഗറുണ്ട് വയ്ക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കൊച്ചിന് ആ ഫുഡ് കൊടുക്കരുത്, BP ഷുഗറും നല്ല എന്തോ ഒരു മാരക അസുഖം വെച്ചോ, ആ കൊച്ചിന് അത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് എന്നുണ്ട്. ഈ കൊച്ചിനെ കൊണ്ടേ ഇരുത്തുമ്പോൾ മോനെ അത് തൊടല്ലേ, ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. കൊച്ചിനറിയോ ഡോക്ടർ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഇപ്പം ഏറ്റവും വലിയ വിഷയം, കൊച്ചിനൊരു പനി വരുമ്പോൾ കൊച്ച് അന്ന് ചോദിക്കാത്ത അന്ന് ചോദിക്കും. ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ഡോക്ടർ കൊടുക്കരുതെന്ന് പറഞ്ഞോ, കൊച്ചിന് അത് തന്നെ വേണം. നല്ല ചുമയ്ക്കുക. ഇപ്പം ചുമ വന്നാലേ പേടിയാ, വല്ല കൊറോളയോ കൊക്കോളയോ നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് ചുമയ്ക്കുമ്പോഴേ സംശയമാ ലങ്സിന് വല്ല പ്രശ്നമുണ്ടോ. ഹോസ്പിറ്റലിൽ പോകാനും പേടി. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ സംശയം, ഒന്നും വേണ്ട, അവർ പിടിച്ച് ഐസൊലേഷൻ വാർഡിലേക്ക് ഇടും. സംശയം നിങ്ങളുടെ പേരും മീഡിയയിലും വരും. അതുകൊണ്ട് ഇപ്പോൾ ചുമച്ചങ്ങ് ഇരിക്കുകയാണ്, ഹോസ്പിറ്റലിൽ പോകാൻ പേടിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വചനം ശരിക്കും പഠിച്ചവന് അവനെ ഇതിൻ്റെ വില അറിയത്തുള്ളൂ. ഒരുത്തന് ഒരു കല്ല് ഒരു സാധനം എടുത്തിട്ട് മോനെ ആ പച്ചക്കറി കടയിൽ ഇതിൻ്റെ വില എത്രയോ പോയി നോക്കാൻ പറ്റും. ഇവൻ കൊണ്ടുപോയിട്ട് പച്ചക്കറി കടക്കാർ ചോദിച്ചിട്ട് അപ്പം പറഞ്ഞത് കൊടുക്കാനാണ്, ഇതിന് എത്ര വില തരും ചോദിച്ചു. അയാൾ നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ കാണിച്ചു. അപ്പോൾ പച്ചക്കറിക്കടൻ ഉദ്ദേശിച്ചിരിക്കുന്നത് 2 രൂപയാണ്. അതെടുത്തോണ്ട് അപ്പനോട് പറഞ്ഞു, ചോദിച്ചപ്പോൾ ഇങ്ങനെ കാണിച്ചെന്നു. അത് വിട്. അപ്പുറത്ത് വേറൊരു കടക്കാരൻ ആ സ്റ്റേഷനറി കടക്കാരനെ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറഞ്ഞു. അവിടെ കൊണ്ടുപോയിട്ട് ഈ കല്ല് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവനും കാണിച്ചു ഇങ്ങനെ, അവൻ ഉദ്ദേശിക്കുന്നത് 2000 ആണ്. ഓക്കെ, അപ്പൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവൻ ഇങ്ങനെ കാണിച്ചു, 2000 വിട്. നീ അപ്പുറത്ത് പോയിട്ട് സ്വർണ്ണക്കടയിൽ പോയി അവിടെ കൊണ്ടിട്ട് ഇത് കൊടുക്കാൻ പറഞ്ഞു. അവിടെ ഇത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോൾ എത്ര തരും ചോദിച്ചപ്പോൾ അയാളും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അപ്പം പറഞ്ഞത് 2 ലക്ഷമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് വജ്രത്തിൻ്റെ വില അറിയുന്നവനാണ്. ഇത് വെറും ഒരു കല്ലിൻ്റെ കഷ്ണമല്ല, ഇത് പവിഴമാണ്. പക്ഷേ ഇതിൻ്റെ വില അറിയണമെങ്കിൽ യഥാർത്ഥ സ്ഥലത്തെത്തണം, അപ്പോഴേ അതിൻ്റെ വില അറിയത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വചനത്തിന്റെ വില അറിയുന്നവനെ മാവൽ എസ്റ്റേറ്റിന്റെ ചർച്ചിന്റെ മഹത്വം അറിയത്തുള്ളൂ. അത് മനസ്സിലാക്കണം. അല്ലാതെ ബ്ലെസ്സിങ് എന്ന് പറയുന്ന സ്ഥലമല്ല ഇത്. ഇത് വചനം ശരിക്കും എഡ്യൂക്കേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ ശൈശവാവസ്ഥയിൽ നിന്ന് മെച്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരികയും അടിമത്തത്തിൽ നിന്ന് മക്കളാണെന്നും അവകാശികളാണെന്നും പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണെന്നും ഇവിടെ പരിശുദ്ധാത്മാവിനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വെൽക്കം ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ചും കൃപകളെക്കുറിച്ചും കൃപാവരങ്ങളെക്കുറിച്ചും ഡെലിവറൻസിനെ കുറിച്ചും വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. എനിക്ക് ഇന്ന് ദൈവത്തിന്റെ ഫേവർ എന്നുള്ള ഒരൊറ്റ വിഷയം എടുത്തിട്ട് നിങ്ങളെ ഇങ്ങനെ ടെമ്പറിൽ നിർത്താം. നിങ്ങളുടെ കാലൊന്നും നിലത്ത് കുത്താത്ത രീതിയിൽ നിങ്ങളെ നൃത്തം ചെയ്യുക. അപ്പൊ അവകാശി സർവത്തിനും യജമാനെങ്കിലും ശൈശവാവസ്ഥയിൽ ഇരിക്കുന്നിടത്തോളം കാലം
ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. നമ്മുടെ വിഷയം ഫേവറാണ്. ദൈവത്തിന്റെ മഹാദയ കൊണ്ടാണ് നമ്മൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരെ വന്നിരിക്കുന്നത് യോസേഫിന്റെ ചരിത്രത്തിലാണ്. സഹോദരന്മാർ എവിടെങ്കിലും പോയി തൊലയട്ടെന്ന് പറഞ്ഞിട്ട് ശപിച്ച് ഈജിപ്തിലേക്ക് വിട്ടപ്പോൾ, നീ ശപിച്ചു വിട്ട സ്ഥലത്ത് അവൻ രാജാവായി വാഴുകയാണ്. അപ്പൊ ശത്രുവിന്റെ പദ്ധതിയാണ് ദൈവം പൊളിക്കുന്നത്. ഇതിന്റെ കാര്യം, യോസേഫിന്റെ മേൽ ദയ വീണത് സഹോദരന്മാർ അറിഞ്ഞില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദയ വീണ ഒരുത്തനെ ഏത് പൊട്ടക്കിണറിൽ ആരെങ്കിലും കൊണ്ട് ഇട്ട് അടച്ചാലും അവൻ ഉയർന്നത് പൊട്ടക്കിണറിൽ നിന്നല്ല. നിനക്കൊരിക്കലും നിനക്ക് നോക്കിയാൽ എത്താത്ത ലെവലിലേക്ക് അവനെ ദൈവം ഉയർത്തും. എന്റെ വീട്ടുകാരുടെ കാര്യം പറഞ്ഞതുപോലെ, ഒരു ദിവസം തകരും ഒരു ദിവസം തിരിച്ചു വരും എന്ന് പറഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഉയർച്ചയും വന്നില്ല, താഴ്ച മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ മടങ്ങിപ്പോയില്ല. ദൈവത്തിന്റെ ദയ വീണാൻ മടങ്ങിപ്പോകത്തില്ല. അവൻ ദൈവത്തിൽ ഉറച്ചിരിക്കും. ഓ ജീസസ്. ഇന്ന് ഞാൻ പറയാം, ഇന്ന് ഞാൻ ഹൈലി ബ്ലെസ്ഡ് ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല, ഞാൻ ദരിദ്രനുമല്ല, ഞാൻ രോഗിയുമല്ല, ഞാൻ ഹൈലി ബ്ലെസ്ഡ് ആണ്. ആർക്കെല്ലാം ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും അസൂയപ്പെട്ടാലും ഇല്ലേലും ഐ ആം ഹൈലി ബ്ലെസ്ഡ്. അപ്പൊ ദൈവത്തിന്റെ ദയ ലഭിച്ചവൻ, വീട്ടുകാർ നിന്നെ വീഴ്ചാലും, ആരെല്ലാം നിന്നെ തകർക്കാൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും, ദൈവത്തിന്റെ ദയ നിന്റെ മേൽ വീണാൽ അവർക്ക് നാളെ എത്തി നോക്കാൻ പറ്റാത്ത ലെവലിലേക്ക് ദൈവം നിന്നെ അങ്ങ് ഉയർത്തും. അതാ ഇന്നത്തെ മെസ്സേജ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ ഫേവർ നിന്റെ മേലുണ്ടെങ്കിൽ ആരെല്ലാം നിന്നെ കുഴിയിലിട്ടാലും നീ കുഴിയിൽ നിന്ന് പുറത്തു വരുന്നല്ല. അവർ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഈ കുഴിയിലിട്ടവൻ നാളെ അവന്റെ മുന്നിൽ ഇരക്കേണ്ട ഒരു ലെവലിലേക്ക് ദൈവത്തിന്റെ ഫേവർ നിന്നെ എത്തിക്കും. അതിന് ഉൽപ്പത്തി പുസ്തകം 39:21 എടുത്ത്. ഉൽപ്പത്തി പുസ്തകം 39:21. ഗോത്രപിതാക്കന്മാർ കുഴിയിലിട്ടെന്ന്, പക്ഷെ ദൈവത്തിന്റെ ദയ കൊണ്ട് അവനെ എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. യഹോവ, ഇതാണ് ഫേവർ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ദയ നിന്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നിന്നോട് കൂടി ഇരിക്കുക. അപ്പൊ ദൈവത്തിന്റെ ദയ, യോസേഫിനോട് കൂടെ ദൈവം ഇരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. കൃപയുടെ പ്രത്യേകത, നീ ചാടിപ്പോകണ്ട. കാരാഗ്രഹ പ്രമാണിക്ക് നിന്നോട് ദയ തോന്നി അഴിച്ചുവിടും. ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേൽ ജനം ഈജിപ്ത് വിട്ടു പോകുമ്പോ ആഭരണം ഊരി ഇസ്രായേലിന് കൊടുക്കാൻ പറഞ്ഞത് ആരോട്? ഈജിപ്ഷ്യനോട്. ഈജിപ്ഷ്യനല്ലേ കൊടുത്ത്? അവിടെ കയ്യിലുള്ള വളയും മാലയും മോതിരവും പാദസരവും ഒക്കെ ഊരി പോകുന്ന ഇസ്രായേൽ ജനത്തിന് കൊടുത്താ? ഇസ്രായേൽ ജനത്തിന് ആഭരണമൊന്നുമില്ല. അങ്ങനെയല്ല, അവർക്ക് മുക്കുപണ്ടങ്ങളായിരുന്നു. കാരണം അടിമത്തത്തിൽ കിടക്കുകയല്ലേ, അവർക്ക് അവിടെ പാവം. പക്ഷേ ഈജിപ്ഷ്യന് മുഴുവനും സ്വർണങ്ങളുണ്ട്. ഇസ്രായേൽ പുറപ്പെടുമ്പോ അവർക്ക് ആഭരണങ്ങൾ, സ്വർണം, വെള്ളിയൊക്കെ ഉണ്ട്. ആര് കൊടുത്തതാ? ഈജിപ്ഷ്യൻ കൊടുത്തതാ. ആര് പറഞ്ഞു ഈജിപ്ഷ്യനോട് കൊടുക്കാൻ? പിശാച. ആരാ പറഞ്ഞേ? ഇസ്രായേൽ ജനം ചോദിച്ചോ? മോശ പറഞ്ഞോ? ഇസ്രായേലിനെ കണ്ടാൽ ഈജിപ്ഷ്യൻ അങ്ങ് ദയ തോന്നുകയാണ്. ഈജിപ്ഷ്യൻ അങ്ങ് ദയ തോന്നിയിട്ട് ഇത് നിനക്കിരിക്കട്ടെ. കാരണം എന്താ? യഹോവയുടെ ദയ ഇസ്രായേലിന്റെ മേൽ വന്നപ്പോ മിസ്രൈമിന്റെ അകത്ത് തോന്നിച്ചു, ഊരിക്കൊടുക്കട. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് കാരാഗൃഹ പ്രമാണി, നീ ചാടി പോകണ്ട. കാരാഗൃഹ പ്രമാണി നിന്നോട് ദയ തോന്നി. കഴിഞ്ഞ ദിവസം ഞാൻ സൗദി അറേബ്യ ചെന്നപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു.
ഞാൻ ജയിലിൽ നിന്ന് വിളിക്കുകയാണ്, ഞാൻ കള്ളനാണെന്നാണ്. എൻ്റെ പേര് രാജൻ എന്നാണ്. എനിക്ക് ആദ്യം വിചിത്രമായി തോന്നി. ജയിലിൽ നിന്ന് വിളിക്കുന്നു, ഞാൻ കള്ളനാണ്, എൻ്റെ പേര് രാജൻ. ഞാൻ പറഞ്ഞു, എന്തിനാ വിളിച്ചേ? അല്ല, പാസ്റ്റർ ഇവിടെ സൗദിയിൽ വന്നു എന്ന് അറിഞ്ഞു, എനിക്ക് ഒന്ന് പേഴ്സണലായിട്ട് കാണാനാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് ജയിലില്ല? അപ്പോൾ പുള്ളി പറഞ്ഞു, അതിപ്പോൾ പറഞ്ഞ പാസ്റ്റർക്ക് അറിയത്തില്ല, പക്ഷേ ഞാൻ കള്ളനാണെങ്കിലും ഇതിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ്. അപ്പോൾ എനിക്ക് വീണ്ടും സംശയമായി. ഞാൻ മെയിൻ ഓഫീസറുടെ അസിസ്റ്റൻ്റാണ്, എന്നെ ഒരു കള്ളക്കേസ് കുടുക്കിയതാണ്. പക്ഷേ എൻ്റെ നല്ല സ്വഭാവം കണ്ടിട്ട് 14 വർഷത്തേക്ക് എന്നെ വിധിച്ചു. എൻ്റെ നല്ല സ്വഭാവം കണ്ടിട്ട് ഇവിടുത്തെ ഓഫീസർ എന്നെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് എടുത്തു. ഞാൻ ജയിലിലാണെങ്കിലും ഞാൻ AC റൂമിലാണ്. എൻ്റെ റൂമിൽ TV ഉണ്ട്, എനിക്ക് ബെഡ്റൂമുണ്ട്, എനിക്ക് നാട്ടിലേക്ക് വിളിക്കാം, എനിക്ക് ഫോണുണ്ട്, എനിക്ക് മൊബൈലുണ്ട്, എല്ലാ സൗകര്യമുണ്ട് സാർ. പക്ഷേ പേര് കള്ളനാണ്, പക്ഷേ ജയിൽ വാർഡനുമാണ്. മെയിൻ താക്കോൽ എൻ്റെ കയ്യിലാണ്. അപ്പോൾ എനിക്ക് സാറ് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാമെന്നാണ് പറഞ്ഞു. സായ ദൈവത്തിന് ദയ തോന്നിയാൽ ഹല്ലേലൂയ, താക്കോൽ നിന്റെ കയ്യിൽ വരും. യു ആർ ഹൈലി ഫേവേർഡ്. യോസേഫിനോട് ദൈവത്തിന് ദയ തോന്നിയപ്പോൾ കാരാഹർ പ്രമാണി ഇൻചാർജ് യോസേഫിനെ ഏൽപ്പിച്ചെന്ന്. നിന്നെ പൊട്ടക്കനിലിട്ടതും നിന്നെ വിറ്റതും എന്തിനാ? നീ നശിക്കട്ടെ, മാക്സിമം നാരായണക്കല്ല് പിടിക്കാനുള്ള പരിപാടി എല്ലാം ചെയ്തിട്ടും ദൈവം നിനക്കത് ഉയർച്ചയാക്കി മാറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, എൻ്റെ ദൈവം എൻ്റെ ശത്രുക്കളുടെ പദ്ധതി എന്നിൽ നിവർത്തിക്കാതിരിപ്പാൻ ദൈവത്തിൻ്റെ ദയ എന്നെ മൂടിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ആമേൻ. ഓക്കെ. 3 വർഷമായി എൻ്റെ ചെവി പൊട്ടി ഒഴുകി കൊണ്ടിരിക്കുന്നതായിരുന്നു. ഞാൻ 2-3 ദിവസമായിട്ട് ചെവിയിൽ നിന്ന് പഴുപ്പല്ല വരുന്നത്, രക്തമാണ് വന്നുകൊണ്ടിരുന്നത്. ഇന്നലെ എൻ്റെ ചെവിയിൽ നിന്ന് നല്ലപോലെ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഇന്നിവിടെ വന്ന് പ്രാർത്ഥനയ്ക്കുമായിട്ട് വന്നപ്പോൾ എൻ്റെ ചെവിയിൽ നിന്നും രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ ചെവി വെറുതെ ഇങ്ങനെ കൈവച്ച് നോക്കിയപ്പോൾ ഒട്ടും രക്തം വരുന്നില്ല. ഇപ്പോഴും രക്തമില്ല. ഞാനിപ്പോഴും തൊട്ട് നോക്കുക, എൻ്റെ രക്തമില്ല എൻ്റെ കയ്യിൽ. കർത്താവേ, നീ വിടുവിച്ച നിന്റെ വിശ്വസ്തതയ്ക്ക് നന്ദി. ഇനി അങ്ങനെ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും പറയുന്നു, ബാധകൾ നിന്റെ കൂടാരത്തിനടുക്കയില്ല. ശത്രുവിൻ്റെ കൂടാരത്തിന് വന്ന ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. വിടുതലായി നന്ദി യേശുനാമത്തിൻ്റെ പിതാവേ. ആമേൻ. 6-7 വർഷമായിട്ട് ശ്വാസം മുട്ടൽ, ഇടയ്ക്കൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. ഡോക്ടർ പറഞ്ഞ് ശ്വാസക്കുഴൽ വളഞ്ഞിരിക്കുവാന്നാ പറഞ്ഞ്. വളവുണ്ട്. ഞാൻ ഡോക്ടർ അല്ലാത്തതുകൊണ്ട് ഞാൻ പാസ്റ്ററല്ലേ, അപ്പം എനിക്ക് അങ്ങനെ അറിയത്തില്ല. ഓക്കെ. എന്നിട്ട് ഇടയ്ക്ക് അടുത്തൊക്കെ ഇരിക്കുന്നവരോട് ചോദിക്കും, നിനക്ക് ശ്വാസം വലിക്കുന്നു, ഇങ്ങനെ കേൾക്കാലോ അടുത്തിരിക്കുമ്പോഴേ എൻ്റെ ശ്വാസം മുട്ടൽ ഇങ്ങനെ അടുത്തുള്ളവർക്ക് കേൾക്കാം. ഇപ്പോൾ എനിക്ക് അതിങ്ങനെ പ്രാർത്ഥിച്ച് ഇപ്പം എനിക്കത് അങ്ങനെ ഇതില്ലാതാന്ന് തോന്നുന്നു. ഇപ്പം ആ ശബ്ദമൊന്നുമില്ല നിങ്ങൾക്ക്? എനിക്ക് നടക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ഇപ്പം ആ പ്രയാസമില്ല, സൗഖ്യമായില്ലേ? അപ്പോൾ കൈകളടിച്ച ദൈവത്തെ സ്തുതിച്ച് പരിപൂർണ വിടുതലിനായി സ്തോത്രം. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടായിരുന്നു ഇവിടെ വരുമ്പോൾ. ഇപ്പം ശ്വാസം മുട്ടല്ല. രാവിലെ ഇവിടെ ഉച്ചയ്ക്ക് വരുമ്പോൾ ഭയങ്കര ചൊറിച്ചിലായിട്ട് മുഖമൊക്കെ ചുമന്നിരിക്കുകയായിരുന്നു. മുഖത്തിലെ ചൊറിച്ചിൽ അത് പോയോ? ഇപ്പം പോയി. ചൊറിച്ചിലും പോയി, ശ്വാസം മുട്ടലും പോയി, സൗഖ്യമാക്കി. കർത്താവെ, വിടുവിച്ചനായി നന്ദി. എൻ്റെ 5th സ്റ്റാൻഡേർഡ് മുതൽ എൻ്റെ ഈ ഷോൾഡറിൽ ബാഗൊന്നും ഇങ്ങനെ ഇടാൻ പറ്റില്ല, ഭയങ്കര വേദനയായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ചെയറിൽ ഇരിക്കുന്ന 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും എനിക്ക് ഈ ഭാഗം മൊത്തം വേദന എടുക്കും. അപ്പോൾ ബിഷപ്പ് പ്രാർത്ഥിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ ഭയങ്കര കൂളിംഗ് എൻ്റെ മേറ്റ് വന്നു. ഇപ്പോൾ ആ വേദന എനിക്ക് ഫീൽ ആവുന്നു. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ വന്നതാണ്. 5ാം ക്ലാസ്. എത്രാം ക്ലാസ്സിലാണ്? 10 കഴിഞ്ഞു. 10 കഴിഞ്ഞു. അപ്പോൾ 6 വർഷത്തെ പ്രശ്നമായിരുന്നു, സൗഖ്യമായി. വിടുവിച്ചനായി നന്ദി. ഇനി അതില്ല, ഫ്രീ. എൻ്റെ കാലിൻ്റെ മുട്ട് ഭയങ്കര വേദന. ഇപ്പോൾ ഈ 2 ആഴ്ചയായിട്ട് ഭയങ്കര ഈ 2ാം നില മുകളിൽ നിന്ന് പണിയെടുക്കുന്നവരും ഈ നിലപ്പുറത്ത് കയറി എനിക്ക് വീട്ടിൽ വരുമ്പോൾ ഭയങ്കര കരച്ചിൽ, കിടക്കാൻ പറ്റില്ല എനിക്ക്. ഇന്നും കൂടി വന്നപ്പോൾ വേദന സഹിക്കാൻ പറ്റില്ല എനിക്ക്. ഇന്നലെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി വെള്ളം കൊണ്ട് ഞാൻ എപ്പോഴും സ്പ്രേ അടിച്ചിട്ടാണ് ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. ഇന്നലെ പണി കഴിഞ്ഞ് വന്നിട്ട് ഒട്ടും എനിക്ക് ഇരിക്കാനും പറ്റില്ല. ഇപ്പോൾ ഫ്രീ ആയി എൻ്റെ കാര്യം.
സൗഖ്യമായി, വേദനയില്ല. എന്ത് വേദനയില്ല. പണിക്ക് പോവാം. കൈകൾ വെച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഇത് വായിക്കാൻ പറ്റത്തില്ലായിരുന്നു. നിങ്ങൾ ഡോക്ടർ അടുക്ക പോയി. നിങ്ങൾ ഡോക്ടർ അടുക്ക പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു 41 വയസ്സുള്ള നിങ്ങൾക്ക് കാറ്ററാക്ട് എന്ന് പറഞ്ഞൊരു അസുഖം കണ്ണിന് കയറി പിടിച്ചിട്ടുണ്ട്, ഉടനെ സർജറി വേണമെന്ന് പറഞ്ഞു. നിങ്ങളെ കാശില്ല, അതുകൊണ്ട് നിങ്ങൾ അത് മാറ്റിവെച്ചു. MBBS കേട്ടോണം. നിങ്ങൾക്കിത് തുടങ്ങിയിട്ട് 6 മാസമായി. 6 മാസമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാണത്തില്ലായിരുന്നു? ഒന്നും കാണാൻ പറ്റില്ല എനിക്ക്. ഒന്നും കാണാൻ പറ്റില്ല. നിഴൽ പോലെ, ഷാഡോ പോലെ മാത്രം. അപ്പം മനുഷ്യരെ നിങ്ങൾ എങ്ങനെ കാണുമായിരുന്നു? കാണാൻ പറ്റില്ല, മുഖം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. മനുഷ്യൻ്റെ മുഖം 6 മാസമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ലായിരുന്നു. നിങ്ങളാണ് ഡോക്ടർ എടുക്ക പോയത്. ഡോക്ടർ ഉടനെ തന്നെ അദ്ദേഹത്തിന് എമർജൻസി സർജറി പറഞ്ഞു. തേർഡ് സ്റ്റേജ് ആയിരുന്നു. 3rd സ്റ്റേജാണ്. എനിക്കിതിനെക്കുറിച്ചൊന്നും പറഞ്ഞാൽ അറിയത്തില്ല. എനിക്കൊന്നേ അറിയത്തുള്ളൂ, അടയാനൊരു സമയമുണ്ടെങ്കിൽ തുറക്കാനൊരു സമയമുണ്ട്, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആ സമയത്ത് സകലത് കാണാമായിരുന്നു. എല്ലാം കാണാൻ പറ്റും. എല്ലാം കാണാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞു നിങ്ങൾ ഹാള് പുറത്ത് പോയി, ഉടനെ നിങ്ങളുടെ കണ്ണ് പഴയതുപോലെയായി. ബൈക്ക് എടുത്തപ്പോൾ പെട്ടെന്ന് കണ്ണു വീണ്ടും പഴയ പോലെ. ബൈക്ക് എടുത്തതും പഴയതുപോലെയായി. പിന്നെ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. നിങ്ങൾ ഈ ഗ്ലാസ് തുറന്ന് അകത്ത് കയറിയതും കണ്ണിന് വെട്ടം വീണു. നിങ്ങൾക്ക് എല്ലാവരെയും കാണാം. ഇപ്പോൾ എൻ്റെ മുഖമൊക്കെ ക്ലിയർ ആണ്, നിങ്ങൾക്ക് പ്രശ്നമില്ല.